വയനാട്ടിലും ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ പരസ്യ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് വയനാട്ടിലെ പ്രത്യേകത. പ്രിയങ്കയ്ക്കൊപ്പം ഇന്ന് രാഹുൽ ഗാന്ധിയും ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം വയനാട്ടിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ വയനാട്ടിൽ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിൽ, തിരുവമ്പാടിയിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും. ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി കൽപ്പറ്റയിലാണ് കലാശക്കൊട്ടിന്റെ ഭാഗമാവുക. സുൽത്താൻ ബത്തേരിയിലെ കുട്ടിക്കലാശത്തിലാണ് രമ്യ ഹരിദാസും പങ്കെടുക്കുക എന്നാണ് മനസ്സിലാകുന്നത്. KC വേണുഗോപാലിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, പ്രമുഖ നേതാക്കളെല്ലാം വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധി, നമുക്ക് ജ്യോതി വിജയകുമാറിനെയും ദൃശ്യങ്ങളിൽ കാണാം. അവരാണ് മിക്ക പ്രസംഗങ്ങളുടെയും പരിഭാഷകയായി പങ്കെടുക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അനുമോദ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ, ഒരുപക്ഷേ UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു റോഡ് ഷോയ്ക്കായിരിക്കും ഇന്ന് സാക്ഷ്യം വഹിക്കുക. ഒപ്പം കൊട്ടിക്കലാശത്തിനും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു? ഇപ്പോൾ തന്നെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം കാണാം അവിടെ. രഞ്ജിത്ത്, സുൽത്താൻ ബത്തേരി UDF പ്രവർത്തകരുടെ ആവേശക്കടലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നതോടെ റോഡ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നിശ്ചയിച്ചതിലും 1 മണിക്കൂറോളം സമയം വൈകിയാണ് അദ്ദേഹം എത്തിയതെങ്കിലും അദ്ദേഹത്തിനെ കാത്ത് വളരെ നേരം മുമ്പ് തന്നെ UDF പ്രവർത്തകർ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. തുറന്ന വാഹനത്തിൽ KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, മുൻപ് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് നിന്നും വ്യത്യസ്തമായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ വയനാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പരമാവധി വയനാടിന്റെ മുക്കിലും മൂലയിലും എത്തുന്നു. ഓരോ പഞ്ചായത്തിലും എത്തി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നു, അവരെ സന്ദർശിക്കുന്നു. അത്തരത്തിൽ വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രചരണമാണ് പ്രിയങ്കയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അത് വലിയ തോതിൽ തന്നെ ഒരു സ്വീകാര്യത വോട്ടർമാർക്കിടയിൽ നൽകിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് UDFന്റെ ഭാഗത്തും ഉള്ളത്. പ്രത്യേകിച്ച് പ്രിയങ്കയെ കാണുവാനും കേൾക്കുവാനും എത്തുന്ന വോട്ടർമാർ, അതിലും വനിതാ വോട്ടർമാർ, അവരുടെ സാന്നിധ്യം തന്നെയാണ് ഈ ഒരു പ്രിയങ്കയുടെ പ്രചരണത്തിൽ വേറിട്ട് നിൽക്കുന്നതും. അതിന്റെ ഒരു പ്രതിഫലനം ഈ ഒരു വോട്ടെടുപ്പിൽ ഉണ്ടാകും എന്ന കണക്കുകൂടൽ തന്നെയാണുള്ളത്. 5 ലക്ഷം എന്ന വലിയ ഒരു മാന്ത്രിക സംഖ്യ, ഒരു സ്വപ്ന ഭൂരിപക്ഷം, അതിലൂടെ ആദ്യാംഗത്തിൽ പ്രിയങ്കയെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സാന്നിധ്യം, അതാണ് ഈ കുട്ടിക്കലാശ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ വയനാടെത്തുമ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഒരു സാധാരണക്കാരനായ വ്യക്തിയായി ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കും. ഇപ്പോൾ നമുക്ക് കാണാം, അദ്ദേഹം താഴെ ഇറങ്ങി വോട്ടർമാർക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിന്റെ കാഴ്ചയാണ്. അതായത് അത്രയും സാധാരണക്കാരനായി വയനാട്ടിലെ പ്രിയപ്പെട്ടവർ വയനാട്ടിലെ തന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണെന്ന് രാഹുൽ ആവർത്തിക്കുന്നതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഡാൻ, എന്തൊക്കെയാണ് അവിടെ